പീച്ചിയിലെ രതീഷ് എന്ന് പറയുന്ന ഇപ്പോൾ കടവന്ത്രയിലെ SHO എത്ര ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ മുഖത്തടിക്കുന്നത്. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും ഇതുപോലെ ക്രൂരമായി ആക്രമിക്കാനാണെങ്കിൽ കേരളത്തിൽ പരാതിയുമായി വരുന്ന പരാതിക്കാരും ആ പരാതിപ്പെടുന്ന ഇടങ്ങളിലും ആളുകളെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ ഈ നാട്ടിലെ മനസമാധാനം നഷ്ടപ്പെട്ട ഒരു ജനതയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനമൈത്രി പോലീസെന്നും പോലീസ് സൗഹൃദമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരവാടയായിട്ടുള്ള മരവാടയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു എംബോക്കി സഖാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് ഈ തുടർഭരണം കിട്ടിയിട്ടും നാളിതുവരെ വന്ന ഈ പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് പോലും ഇതുവരെ ഉരിയാടാൻ സൗകര്യമുണ്ടായിട്ടില്ല. പാർട്ടി ഭരിക്കുന്ന സെല്ലുകളാക്കി പോലീസിനെ മാറ്റി പോലീസിൻ്റെ ആർജവത്തെ ഇല്ലാതാക്കി പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള ഖ്യാതിയാണ് 10 വർഷക്കാലം കഴിയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ലഭിക്കുക. കേരളത്തിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും കയറി വരാൻ കഴിയാതെ പരാതി പറയാൻ കഴിയാത്ത ഇടമാക്കി മാറ്റിയ പോലീസ് സ്റ്റേഷനുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ എന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് കീഴിൽ ഉണ്ടായിരുന്നതെന്ന് നാളുകളിൽ ചരിത്രം രേഖപ്പെടുത്തും. യാതൊരു നാണവും മാനവും മുളുപ്പുമില്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി വരെ പോലീസ് സ്റ്റേഷനിൽ അധിക്ഷേപം നേരിട്ട് അദ്ദേഹത്തിനെതിരായി അക്രമം നടന്നു എന്ന് പരാതി പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും ഇന്ന് അതിനെതിരായി പറയാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ നേതാക്കന്മാർക്ക് കഴിയാതിരിക്കുന്നത് നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാർ കുറ്റവാളികളാക്കപ്പെട്ട പോലീസിന് മേൽ കേരളത്തിലെ ജനങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ അവർക്ക് പോലും നാവ് പൊങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാത്തത്? ഒരു മാങ്ങകട്ട ഒരു പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സർക്കാരെങ്കിൽ ഈ പാവപ്പെട്ട ശുചിത്തിനെയും ഈ പാവപ്പെട്ട ഹോട്ടൽ ജീവനക്കാരെയും അവിടുത്തെ മുതലാളിമാരെയും ആക്രമിച്ച ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും ഈ സേനയുടെ അഭിമാനം സംരക്ഷിക്കാനും എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ആഭ്യന്തരമന്ത്രിക്ക് കഴിയാത്തത്?